Hey guys, welcome back. Welcome back to another video of Turo Vlogs. നമ്മ പുതിയതായിട്ട് മൂവി റിവ്യൂ അല്ല പുതിയ സിനിമയുടെ മൂവി റിവ്യൂ ആയിട്ടാ വന്നേ. ഏതാ സിനിമ? ബബ്ബബ്ബ. ജനപ്രിയ നായകൻ ആൻഡ് ദ റിയൽ OG മോഹൻലാൽ. അങ്ങനെയായിരുന്നു ആ സിനിമയുടെ ടൈറ്റിൽ ഉണ്ടായത്. നോ ലോജിക് മാഡ്നസ് ഓൺലി. അതാ പടം തുടങ്ങുമ്പോഴേ നമുക്കത് തോന്നും ഇതില് ഇനിയിപ്പോ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല അങ്ങനത്തെ ഒരു അല്ല പടം സ്റ്റാർട്ടിങ്ങില് നമുക്ക് ഇവൻ വരാൻ ഒരു അരമണിക്കൂർ വൈകുന്നോണ്ട് ഇവൻ ആ സംഭവങ്ങളൊന്നും അറിയില്ല. ദിലീപിന്റെ ഒരു തിരിച്ചു വരവ് മൈക്കോണാക്കാൻ പറഞ്ഞ അശ്രദ്ധ കാരണം ബാക്കി സിനിമ പ്യൂർ എന്റർടൈൻമെന്റ് പ്രൊഡ്യൂസർ ഉണ്ട്. പക്ഷെ അത് നമ്മളെ ആന്റണി പെരുമ്പാവൂറിന് കോമ്പറ്റീറ്റർ ആയിട്ടാണ്. പെരുമ്പാവൂർ ഇത്ര സ്ക്രീൻ പ്രസൻസ് പോലും ഇല്ല പുള്ളിക്ക് ഒരു ഇങ്ങനെ പറയട്ടെ. സിനിമ അടിപൊളിയാണ്. നീലൊക്കെ മോഹൻലാലിന്റെ ലുക്ക് ദിലീപിന്റെ ഒരു പഴയ ലുക്കിലേക്ക് വന്ന പോലെ ഉണ്ട്. എല്ലാരും അതെ മോഹൻലാലിന്റെ ഒരു ഫാൻ മെയ്ഡ് പടം പോലെ നിനക്ക് എല്ലാരും അതന്നെ. എല്ലാം ഒരു പഴയ പടത്തിന്റെ കൊമേഴ്ഷ്യൽ ആക്കിയിട്ടുണ്ട്. ഒരു പഴയ പടത്തിന്റെ റെഫറൻസും കുറെ പാട്ടും എല്ലാം ഒരു ഫുൾ സിങ്ക് ആയിട്ട് ഒരു ഒന്നുമില്ല സംഭവം. സിനിമ ഇത്ര ഇങ്ങനത്തെ ഓരോ പടം ഉണ്ടാ ഇതേപോലത്തെ ഒരു പടം എൻജോയ് ചെയ്യാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞാ സിനിമ എന്ന് വെച്ചാൽ പ്യുവർ. നമുക്ക് മോഹൻലാൽ ഇല്ലെങ്കിൽ ഈ ലെവലിൽ കേറൂല. അധികം നല്ല പ്രസൻസ് ഉണ്ടായില്ല. വരുന്നുണ്ട് 5 മിനിറ്റ് വന്ന് പിന്നെ അങ്ങനെയല്ല പിന്നെയും വരുന്നുണ്ട് മെയിൻ ക്യാരക്ടർ. പക്ഷെ എനക്ക് ഏറ്റവും മോഹൻലാലിന്റെ കോമ്പോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റേ വിജയിന്റെ സിനിമയില്ല മോഹൻലാലും വിജയിന്റെ ജില്ല പടം പൊട്ടിയതാണ്. പക്ഷെ ഞാൻ കുറെ ഇത് ഇതിനെ കുറിച്ച് പറയാം. പിന്നെ ഇതിന്റെ VFX എല്ലാം ഭയങ്കര പോലീസ് ജീപ്പിൽ മേക്കിങ്ങിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും കാസ്റ്റിങ്ങിന്റെ ആവശ്യം നല്ല കാസ്റ്റിങ്ങിന് കുറെ അങ്ങനത്തെ ആൾക്കാരല്ലേ. അങ്ങനല്ല ടോപ്പല്ല ഞാൻ പറഞ്ഞ എല്ലാരും നമുക്ക് അല്ലേ അറിയപ്പെടുന്ന മെയിൻ ആൾക്കാർ. അതന്നെ കാസ്റ്റിങ്ങിന് ഫുൾ ബഡ്ജറ്റ് കൊടുത്തിട്ട് മേക്കിങ്ങിന് കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. ഭയങ്കര മോശം. ക്യാമറ ആംഗിൾസ് എല്ലാം അടിയോട്ടോ. ക്യാമറ ആംഗിൾസ് ഗ്രേഡിങ് പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോ ഓക്കെ അല്ലെ കേട്ടോണ്ടിരിക്കുമ്പോ നീ മറ്റേ സ്റ്റോറി ഇടുന്ന ഓർമ്മ അമ്മല്ലേ കുറച്ച് പ്രൊഫഷണൽ എണീച്ചിട്ടായിരുന്നു. നമ്മ കുറച്ച് പ്രൊഫഷണൽ ആണ് ഇപ്പം. എല്ലാരും ചെക്ക് ഇറ്റ് ഔട്ട് മൈ അങ്ങനെ പ്രൊഫഷണൽ റിവ്യൂ ചെയ്യാന്ന് ചാറ്റ് വയ്ക്കും. അതേപോലെ സാധനം. അപ്പൊ സിനിമയിൽ അടിപൊളിയാണ്. എല്ലാരും പോയി കാണുക. പ്യുവർ എന്റർടൈൻമെന്റ് പർപ്പസ് ഓൺലി. വേറെ പ്രതീക്ഷിച്ചിട്ട് പോണ്ട. വെറുതെ ഇരിക്കുക കേട്ടാ. ഇങ്ങനെ ഇരിക്കുക. പഴയ പാട്ട് വന്നേരം പിള്ളേർ മോഹൻലാലിന്റെ പഴയ ലുക്ക് ഇതാവുന്നു. എനിക്ക് ഈ ഡാൻസ് കളിക്കാൻ പറ്റും. മറ്റേ സിനിമയിലടാ ലുക്ക് പോലെ എനിക്ക് ആ ഡാൻസിൽ സമയത്ത് തോന്നിയത്. മോഹൻലാലിനെ കണ്ട നമ്മളെ പുലിയൂരുക മോഹൻലാലല്ലേ. പക്ക പുലിയൂര മോഹൻലാലിന്റെ ലുക്ക്. മൂഡ് ഇങ്ങനെ കാണിക്കുന്നല്ലോ നമുക്ക് അങ്ങനെ തോന്നിയ മോഹൻലാലിന്റെ ഒരു ഇതാ തോന്നിയ മറ്റേ പുലിയൂരുകത്തെ മോഹൻലാൽ. നമുക്ക് ഇരുന്ന് ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെ പ്രെഡിക്റ്റബിൾ ആണ്. സസ്പെൻസ് എന്നല്ല നമുക്ക് എന്തായാലും ഇവന് ഇതാക്കും. ലൈക്ക് ഒന്നും അപ്പൊ പാട്ടാണ് കൊറേ പാട്ടുണ്ടില്ല. പാട്ട് കൊറേ ഉണ്ട്. ഇടക്കിടക്ക് അതുകൊണ്ട് ഈ അടിപൊളി നമ്മളപ്പോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഗൈസ് എല്ലാരും കാണുക. വരേണ്ടവര് വരണ്ടാത്തവര് കാണാത്തവരും കാണുമ്പോ അർച്ചനയില വന്നിട്ടില്ലേ. സീറ്റിന്റെ ഒരു കുറച്ച് സീൻ ഉണ്ടായിരുന്നു. കാല് മുട്ടുന്നുണ്ടായിരുന്നു സീറ്റ്. ബാക്കിൽ ഇരുന്നോണ്ടായിരിക്കും.